പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ആഗോള ഊർജ്ജ വിപണിയെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ പല രാജ്യങ്ങളും പ്രതിസന്ധിയിലേക്ക് വീഴുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. എന്നാൽ ഈ കലഹഭൂമിയിൽ പോലും അതീവ ജാഗ്രതയോടെയും ദീർഘകാല തന്ത്രത്തോടെയും മുന്നേറുന്ന ഒരു രാജ്യം ശ്രദ്ധമായി നിലകൊള്ളുന്നു: ചൈന. ഇപ്പോഴത്തെ പ്രതിസന്ധി നേരിടുന്നതിൽ ചൈനയ്ക്ക് ലഭിക്കുന്ന താരതമ്യേന സ്ഥിരത ഒരു പെട്ടെന്നുള്ള പ്രതികരണമല്ല, മറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഊർജ്ജ സുരക്ഷാ തന്ത്രത്തിന്റെ ഫലമാണെന്ന് അന്താരാഷ്ട്ര വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നു. ഇറാൻ അമേരിക്ക സംഘർഷം രൂക്ഷമാകുന്നതിന് മുമ്പ് തന്നെ ആഗോള വിപണിയിലെ ഇന്ധന ആശ്രയത്വം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ചൈന ശക്തമാക്കിയിരുന്നു. എണ്ണശേഖരം വർദ്ധിപ്പിക്കൽ, പകരം ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറൽ, ആഭ്യന്തര ഉൽപാദന ശേഷി ഉയർത്തൽ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ബഹുസ്തൃതമായ തന്ത്രമാണ് ബെയ്ജിംഗ് സ്ഥിരീകരിച്ചത്. ഈ സമീപനം ഇന്ന് അവർക്ക് ഒരു സാമ്പത്തിക സുരക്ഷാ കവചമായി മാറിയിരിക്കുകയാണ്. ചൈനീസ് ഭരണകൂടത്തിന്റെ അടിസ്ഥാന നയം അനുസരിച്ച് വ്യാവസായിക ശക്തിയാണ് ദേശീയ സുരക്ഷയുടെ അടിത്തറ. ഈ ആശയം വർഷങ്ങളായി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തന്ത്രപ്രധാന മേഖലയിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെട്ട് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും സ്വകാര്യ പൊതുമേഖലകളിലെ ഏകോപിക്കുകയും ചെയ്യുന്നു. ഇതുവഴി ഊർജ്ജ മേഖലയിൽ ഒരു ദീർഘകാല ദിശാബോധം സൃഷ്ടിക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞു. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള പ്രധാന നീക്കം ഗതാഗത മേഖലയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വാഹന വിപണിയായി ചൈന മാറിയതോടെ പെട്രോളിന്റെയും ഡീസലിന്റെയും ആവശ്യകത ഗണ്യമായി കുറഞ്ഞു. ഈ മാറ്റം വെറും പരിസ്ഥിതി സൗഹൃദ നീക്കമെന്നതിലുപരി ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ ആവശ്യകതയും കുറയ്ക്കാനുള്ള തന്ത്രപരമായ നീക്കമായിരിക്കുന്നു. വൈദ്യുതി വാഹനങ്ങൾക്ക് നൽകിയ സബ്സിഡികളും അടിസ്ഥാന സൗകര്യ വികസനവും ഈ മാറ്റത്തിനെ വേഗത്തിലാക്കി. ഇതോടൊപ്പം വ്യാവസായിക മേഖലയിൽ പെട്രോ കെമിക്കൽസിന് പകരം ആഭ്യന്തര വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിലേക്കും ചൈന ശ്രദ്ധ തിരിച്ചു. പ്ലാസ്റ്റിക് നിർമ്മാണം പോലുള്ള മേഖലകളിൽ കൽക്കരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ ഉപയോഗം വർദ്ധിപ്പിച്ചു. മെത്തനോൾ, സിന്തറ്റിക് അമോണിയ തുടങ്ങിയ കൽക്കരിയിൽ നിന്ന് നിർമ്മിക്കുന്നതിലൂടെ വിദേശ ആശ്രയത്വം കുറയ്ക്കാൻ ചൈനയ്ക്ക് സാധിച്ചു. ഈ സമീപനം ചില പരിസ്ഥിതി ആശങ്കകൾ ഉയർത്തുന്നെങ്കിലും ഊർജ്ജ സുരക്ഷയുടെ കാഴ്ചപ്പാടിൽ ഇത് ഫലപ്രദമായ ഒരു നീക്കമായി കാണപ്പെടുന്നു. കഴിഞ്ഞ ഒരു ദശത്തിലേറെയായി ചൈന ഇന്ധന കാര്യക്ഷമത ഉയർത്താനും ഉപഭോഗം നിയന്ത്രിക്കാനും വൻ നിക്ഷേപങ്ങൾ നടത്തി. ഇതിന്റെ ഫലമായി കഴിഞ്ഞ 2 വർഷങ്ങളായി ചൈനയുടെ എണ്ണ ഉപഭോഗത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗോളതലത്തിൽ ആവശ്യകത ഉയർന്ന സാഹചര്യത്തിലും ചൈനയുടെ ഈ ഇടിവ് അവരുടെ തന്ത്രപരമായ മുന്നൊരുക്കങ്ങളുടെ വിജയത്തെ സൂചിപ്പിക്കുന്നു. കടൽ വഴിയുള്ള ഇന്ധന ഗതാഗതത്തിൽ ഉണ്ടാവുന്ന തടസ്സങ്ങളെക്കുറിച്ച് ചൈനയ്ക്ക് ഏറെക്കാലമായി ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക പോലുള്ള പ്രധാന കടൽപാത അടയ്ക്കുന്ന സാഹചര്യം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് വിലയിരുത്തലുണ്ട്. ഇതിനെ മറികടക്കാൻ 2004 തന്നെ ചൈന അടിയന്തര പെട്രോളിയം ശേഖരം രൂപീകരിച്ചു. ഈ ശേഖരം ഇന്നത്തെ പ്രതിസന്ധിയിൽ വലിയ പിന്തുണയായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ കേന്ദ്രമായ ഹോർമൂസ് മേഖലയിലെ അനിശ്ചിതത്വം ഏഷ്യൻ രാജ്യങ്ങളെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിരിക്കുകയാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു വിഹിതം കടന്നുപോകുന്ന ഈ കടലൊടുക്ക് ബാധിക്കപ്പെടുമ്പോൾ നിരവധി രാജ്യങ്ങൾ ഇന്ധനക്ഷാമ ഭീഷണി നേരിടുന്നു. എന്നാൽ ചൈനയ്ക്ക് ഈ ആഘാതം താങ്ങാൻ കഴിയുന്നത് അവരുടെ കരുതൽ ശേഖരവും വൈവിധ്യമാർന്ന ഊർജ്ജ നയവും കൊണ്ടാണ്. ഇതിന്റെ ഫലമായി വിയറ്റ്നാം, ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങൾ ഊർജ്ജ സഹായത്തിനായി ഇപ്പോൾ ചൈനയിലേക്ക് തിരിയുന്ന പ്രവണതയാണ് കാണുന്നത്. ഇതിലൂടെ ചൈനയുടെ ഭൗമരാഷ്ട്ര സ്വാധീനം കൂടുതൽ ശക്തമാകുന്നു. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതോടെ പ്രാദേശിക തലത്തിൽ ചൈന ഒരു പ്രധാന പങ്കാളിയായി മാറിയിരിക്കുകയാണ്. ചൈനയുടെ ഈ സ്വയം പര്യാപ്തിയിലേക്കുള്ള നീക്കം വേഗത്തിലാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ട്രംപിന്റെ ഭരണകാലത്തുണ്ടായ വ്യാപാര യുദ്ധമാണ്. US ചൈന വ്യാപാര സംഘർഷം വിദേശ ആശ്രയത്തിന്റെ അപകടങ്ങളെ ബെയ്ജിങ്ങിന് വ്യക്തമായി കാണിച്ചു കൊടുത്തു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതും സ്വയം പര്യാപ്തിക്കുമായി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2020 പുറത്തിറക്കിയ ഔദ്യോഗിക മാർഗരേഖയിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം സാങ്കേതിക വിദ്യയും വ്യാവസായ ശേഷിയും വികസിപ്പിക്കുമെന്ന് ചൈന ആഹ്വാനം ചെയ്തിരുന്നു. ഈ നയം പിന്നീട് ഊർജ്ജ മേഖലയിലും ശക്തമായി നടപ്പാക്കി. സൗരോർജ്ജം, കാറ്റാടി വൈദ്യുതി, ജലവൈദ്യുതി പദ്ധതികൾ എന്നിവയിൽ വൻ നിക്ഷേപം നടത്തിയതോടെ പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ചൈന ലോക നേതാവായി മാറി. അതേസമയം പൂർണ്ണമായും പുനരുപയോഗിക്കാൻ ഊർജ്ജത്തിലേക്ക് മാറുന്നതിന് സമയം വേണ്ടിവരുമെന്ന തിരിച്ചറിവോടെ കൽക്കരിയെ ഒരു ട്രാൻസിഷൻ ഇന്ധനമായി ചൈന ഉപയോഗിക്കുന്നു. രാസവസ്തുക്കളുടെ ഉൽപാദനത്തിനായി ചൈന ഉപയോഗിക്കുന്ന കൽക്കരിയുടെ അളവ് ചിലപ്പോൾ അമേരിക്കയിലെ ആകെ ഉപഭോക്താക്കൾക്ക് കൂടുതലാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് അവരുടെ വ്യാവസായിക ശക്തിയുടെയും വ്യാപ്തിയുടെയും ആവശ്യകതയും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.